Dears, welcome back to Arcanix. So Christmas exam wait ചെയ്തിരിക്കുകയാണ് എല്ലാ SSLC കുട്ടികളല്ലേ അത്തി. അതായത് കഴിഞ്ഞ വർഷത്തെ ഒരു വെയിറ്റേജ് വെച്ചിട്ട് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ പണി കിട്ടാൻ ചാൻസ് ഉണ്ട് അല്ലേ? ഇത്തവണ എക്സാം പാറ്റേൺ മാറ്റമാണ്, വെയിറ്റേജ് മാറ്റമാണ്. മക്കൾ ഈ ഒരു വീഡിയോ കണ്ടതിന് ശേഷം മാത്രം നിങ്ങൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങുക. കാരണം ഈ രീതിയിൽ അല്ലെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ മാർക്കിനെ അത് വല്ലാതെ അതായത് കറക്റ്റ് ആയിട്ട് നിങ്ങൾക്ക് ആ ചാപ്റ്ററിന്റെ അറേഞ്ച്മെന്റ് വ്യക്തമായിട്ടൊരു ഐഡിയ വേണം. ഏത് ചാപ്റ്ററിന് ഏതാണ് കൂടുതൽ പഠിക്കാനുള്ളത്, വെയിറ്റേജിനെ പറ്റിയുള്ള വ്യക്തമായ ഐഡിയ ഉണ്ടെങ്കിൽ മാത്രമേ കുട്ടികൾക്ക് ഇപ്പൊ സംശയമുണ്ട് എങ്ങനെ പഠിച്ചു തുടങ്ങണം. പ്രീവിയസ് ഇയർ മുൻ വർഷത്തെ ചോദ്യ പേപ്പറുകൾ പഠിച്ചു തുടങ്ങണോ, ടെക്സ്റ്റ് ബുക്ക് പഠിച്ചു തുടങ്ങണോ? കാരണം എക്സാം പാറ്റേൺ മാറി. ഓണം എക്സാമിന് ഏറ്റവും ടഫ് ആയിരുന്ന ഒരു സബ്ജക്ട് ആയിരുന്നു കെമിസ്ട്രി. അതുകൊണ്ട് തന്നെ കെമിസ്ട്രിയെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ക്രിസ്മസ് എക്സാമിനെ കുറിച്ച് സംസാരിക്കാൻ. ഇറക്കിയ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്നായിരുന്നു അല്ലെ ഓണം എക്സാമിന്റെ ക്വസ്റ്റ്യൻ മുഴുവനും വന്നത്. അതായത് പ്രീവിയസ് ക്വസ്റ്റ്യൻ അല്ല, അത് അവർ തന്നൊരു ഹിന്റ് ആയിരുന്നു. നിങ്ങൾ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം വെച്ച് പഠിച്ചാൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് വരാൻ പോകുന്നത് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാൻ പോവാണ് അല്ലെ. അപ്പൊ ആദ്യം കഴിഞ്ഞ വർഷത്തെ 2024 ക്രിസ്മസ് എക്സാമിന്റെ കെമിസ്ട്രിയുടെ വെയിറ്റേജ് ആയിരുന്നു ഇത്. ഇത് കണ്ടാൽ അറിയാം ഏറ്റവും കൂടുതൽ ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് ചാപ്റ്റർ 4-ൽ നിന്നാണ്. 4ാമത്തെ ചാപ്റ്ററിന് 14 മാർക്കാണ് വന്നത്. കഴിഞ്ഞ വർഷത്തെ 4ാമത്തെ ചാപ്റ്റർ എന്ന് പറയുന്നത് ലോഹ നിർമ്മാണം, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആണ്. മെറ്റൽസിന്റെ ഇതുമായി നിർമ്മാണവുമായിട്ട് ബന്ധപ്പെട്ട ആദ്യത്തെ വോളിയത്തിലെ ഫസ്റ്റ് പാർട്ടിലെ അവസാനത്തെ ചാപ്റ്റർ ആയിരുന്നു ഈ ഒരു ചാപ്റ്റർ. അയണിന്റെ എക്സ്ട്രാക്ഷനും കാര്യങ്ങളൊക്കെ അതിൽ പറഞ്ഞിരുന്നു. ആ ചാപ്റ്റർ വിട്ടുപോയില്ല. ആ ചാപ്റ്റർ ഇവിടെ തന്നെ ഉണ്ട്, എവിടെയും പോയിട്ടില്ല. ചാപ്റ്ററിന്റെ അറേഞ്ച്മെന്റ് ഒന്ന് മാറി എന്ന് മാത്രം. അതുപോലെ കഴിഞ്ഞ തവണ ചാപ്റ്റർ 5-ൽ നിന്നാണ് പിന്നെ ഏറ്റവും കൂടുതൽ വെയിറ്റേജ് വന്നത്. 5ഉം 6ഉം 11 മാർക്കും 10 മാർക്കും ആയിരുന്നു. പക്ഷെ മക്കൾ മനസ്സിലാക്കേണ്ടത് 5 ഓർഗാനിക്കിന്റെ ചാപ്റ്ററും 5 നോൺ മെറ്റൽസ് അലോഹ സംയുക്തങ്ങൾ നോൺ മെറ്റൽസിന്റെ ചാപ്റ്ററും അതേപോലെ 6 എന്ന് പറയുന്നത് ഓർഗാനിക്കിന്റെ നോമൻക്ലേച്ചറുമായിരുന്നു, ഓർഗാനിക് കെമിസ്ട്രി ആയിരുന്നു. പക്ഷെ ഇത്തവണ ടെക്സ്റ്റ് ബുക്ക് അടിമുടി മാറിയിരിക്കുകയാണ്. ചാപ്റ്ററിന്റെ നമ്പേഴ്സ് ഒക്കെ മാറി ഷഫിൾ ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും വന്നിട്ടുണ്ട്. കോണ്ടന്റ് കൂടുതലായിട്ട് ആഡ് ചെയ്തു. അതായത് ഒന്നാമത്തെ നമ്മളെ ലാസ്റ്റിലേക്ക് വന്ന ചാപ്റ്റർ ഒക്കെ ഫസ്റ്റ് ചാപ്റ്റർ ഓർഗാനിക് സംയുക്തങ്ങളുടെ നാമകരണവും ഐസോമെറിസവും എന്ന ചാപ്റ്റർ ഫസ്റ്റ് ചാപ്റ്റർ ആണ്. അത് മാത്രമല്ല അതിൽ മാക്സിമം കണ്ടന്റ് കുത്തി നിറച്ചിട്ടുണ്ട് അല്ലെ. പ്രശ്നം എന്താണെന്ന് വെച്ചാൽ 4ാമത്തെ ചാപ്റ്റർ കഴിഞ്ഞ തവണ പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസ് ആയിരുന്നു, ലോഹങ്ങളായിരുന്നു. എന്നാൽ ഇത്തവണ അത് മോൾ കോൺസെപ്റ്റ് ആണ്, വാതക നിയമങ്ങളും മോൾ സങ്കല്പനവും. അപ്പൊ വെയിറ്റേജ് അനുസരിച്ച് കഴിഞ്ഞ തവണത്തെ അതേ വെയിറ്റേജ് ആവർത്തിക്കുകയാണെങ്കിൽ ഇത്തവണ 14 മാർക്കിന് ചോദ്യങ്ങൾ വരുന്നത് ഈ ഒരു ചാപ്റ്ററിൽ നിന്നാണ്. അപ്പൊ നിങ്ങൾ കഴിഞ്ഞ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് പഠിച്ചാൽ അതിൽ കൂടുതലായും ക്വസ്റ്റ്യൻസ് വന്നിരിക്കുന്നത് മറ്റു പല ചാപ്റ്ററിൽ നിന്നും, പ്രൊഡക്ഷൻ ഓഫ് മെറ്റൽസിൽ നിന്നും ഓർഗാനിക് കെമിസ്ട്രിയിൽ നിന്നും ഒക്കെയാണ്. പക്ഷെ ഇത്തവണ ആദ്യത്തെ ചാപ്റ്റർ ആണ് ഓർഗാനിക് കെമിസ്ട്രി. കഴിഞ്ഞ തവണ ആദ്യത്തെ ചാപ്റ്ററിൽ നിന്നും 2ാമത്തെ ചാപ്റ്ററിൽ നിന്നും വെറും 4 മാർക്കും 3 മാർക്കും മാത്രമാണ് വെയിറ്റേജ് ലഭിച്ചത്. അപ്പോൾ വെയിറ്റേജ് അടിമുടി മാറിയിരിക്കുകയാണ്. ചാപ്റ്ററിന്റെ ആകെ മൊത്തമുള്ള ഓരോ ഓർഡർ മാറിയിരിക്കുകയാണ്. ഫസ്റ്റ് പാർട്ടിലെ പല ചാപ്റ്റേഴ്സും സെക്കൻഡ് പാർട്ടിലെ പലതും ഫസ്റ്റ് പാർട്ടിലുമായിരുന്നു. വെയിറ്റേജ് അതുപോലെ തന്നെ മാറിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചാപ്റ്ററിന്റെ അറേഞ്ച്മെന്റ് മാറിയപ്പോൾ അതുപോലെ തന്നെ എന്ത് മാറിയിട്ടുണ്ട്, വെയിറ്റേജും മാറിയിട്ടുണ്ട്. നമുക്ക് പ്രഡിക്റ്റബിൾ അല്ല ഇത്തവണത്തെ വെയിറ്റേജ്. ഏറ്റവും കൂടുതൽ ചോദ്യങ്ങൾ എവിടെ നിന്നാണ് വരിക എന്ന് പറയാൻ പറ്റില്ല. പക്ഷെ ഏകദേശം അത് 4ാമത്തെയും 5ാമത്തെയും ചാപ്റ്റർ തന്നെയായിരിക്കും. 4, 5, 6 ചാപ്റ്ററുകളായിരിക്കും നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. ക്രിസ്മസ് എക്സാമിന് പ്രോബബ്ലി ഈ 7ാമത്തെ ചാപ്റ്റർ ഉണ്ടാവില്ല, അങ്ങനെ തന്നെയാണ് നമ്മൾ കരുതുന്നത്. വാതക നിയമങ്ങളും മോൾ കോൺസെപ്റ്റുകളും മോൾ സങ്കല്പനം എന്നുള്ള ചാപ്റ്റർ തന്നെ കമ്പാരിറ്റീവ്ലി ടഫ് ആണ്. അതിലെ കോൺസെപ്റ്റ് ഒക്കെ അല്ലേ ഒരു +1 ബേസ്ഡ് ആണ്. ഇത്തവണ കൂടുതൽ ടോപ്പിക്സ് ഈ ഒരു ചാപ്റ്ററിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പൊ പല ചാപ്റ്ററുകളിലും പുതുതായിട്ട് ടോപ്പിക്സ് വന്നു. ഈ ടോപ്പിക്സ് ഒന്നും നിങ്ങൾക്ക് എവിടെ കിട്ടില്ല. ഒരിക്കലും PYQ പഠിച്ചാൽ, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് പഠിച്ചാൽ നിങ്ങൾക്ക് കിട്ടില്ല. അതുകൊണ്ട് തന്നെ അതിനെ ഡിപ്പെൻഡ് ചെയ്താൽ നിങ്ങൾക്ക് A+ നഷ്ടപ്പെടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. ഒരേ ഒരു ഓപ്ഷൻ എന്ന് പറഞ്ഞാൽ SCERT ടെക്സ്റ്റ് ബുക്കിനെ ഡിപ്പെൻഡ് ചെയ്യാന്നുള്ള. SCERT ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ തന്നെ പഠിക്കുക. അതിൽ എല്ലാ ക്വസ്റ്റ്യനും കംപ്ലീറ്റ് ആയിട്ട് ചെയ്ത് പ്രാക്ടീസ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, ബുക്കിനെ ബേസ് ചെയ്ത് മാത്രം പഠിക്കുക. ചാപ്റ്ററിന്റെ ഓർഡർ മാറി വെയിറ്റേജ് കൂടിയ ചാപ്റ്ററുകൾ വന്നിരിക്കുന്നത് വേറെയാണ്. അപ്പോൾ കഴിഞ്ഞ എല്ലാ വർഷങ്ങളിലെയും ക്രിസ്മസ് എക്സാമിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ എടുത്ത് അനലൈസ് ചെയ്ത് പഠിക്കരുത്. അത് മാത്രം പഠിച്ചാൽ ഒരിക്കലും കിട്ടില്ല. മാത്രമല്ല നിങ്ങൾക്കറിയാം ഓപ്ഷൻസ് ഇല്ല, ഇനി മുതൽ ചോയ്സ് ഇല്ല. അതെ, കഴിഞ്ഞ വർഷം നിങ്ങൾക്ക് ഇത്രയും ക്വസ്റ്റ്യൻ ഇത്ര എഴുതുക, ഒരു 7 ക്വസ്റ്റ്യൻ 5 എഴുതുക എന്നൊക്കെ ആയിരുന്നു. ആ ഓപ്ഷൻ ഒക്കെ എടുത്ത് കളഞ്ഞവര്. ഓക്കെ, ഒരേ ചാപ്റ്ററിനൊക്കെ ഓപ്ഷൻ സെലക്ഷൻ ഒക്കെ വന്നിരിക്കുന്നത്. അപ്പൊ SCERT ബേസ് ചെയ്ത് പഠിക്കുക. നമ്മളുടെ ചാനലുകളിലെ എല്ലാ ലൈവുകളും SCERT ബേസ് ചെയ്തിട്ടായിരിക്കും നമ്മൾ പുതിയ ലൈവ് സെഷൻസ്, എല്ലാ ഷോർട്ട് വീഡിയോസും എല്ലാ കോണ്ടന്റ് വീഡിയോസും SCERT ബേസ് ചെയ്തായിരിക്കും അല്ലെ. റെഡി അല്ലേ? മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യാം. ഓക്കെ, ബൈ.